ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിയമലംഘനം നടത്തി യാത്രക്കാരെ അനധികൃതമായി കൊണ്ടുപോയതിന് 826 ടാക്സി ഡ്രൈവർമാരെ പിടികൂടിയതായി പൊതുഗതാഗത അതോറിറ്റി അറിയിച്ചു. ഒരു മാസത്തിനിടെ പിടികൂടിയ ഇവരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് നിരീക്ഷണം നടത്തിയത്. രാജ്യത്തുടനീളം എല്ലാ വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ശക്തമാക്കി. അനധികൃത ടാക്സി സേവനങ്ങൾ നിയന്ത്രിക്കാനും യാത്രക്കാർക്ക് വിശ്വസ്തവും ഗുണമേന്മയുമുള്ള സേവനം നൽകാനുമാണ് അധികാരികൾ പ്രവർത്തിക്കുന്നത്. അതേസമയം വിമാനത്താവളങ്ങളിൽ 3600-ലധികം ലൈസൻസുള്ള ടാക്സികളും 54 കാർ വാടക ഓഫീസുകളും നിലവിലുണ്ട്. യാത്രക്കാരുടെ ആവശ്യകതകളും ഗുണനിലവാര മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന നിയമാനുസൃത ടാക്സി സേവനം ഏത് സമയത്തും ലഭ്യമാണ്. അനധികൃതമായി ടാക്സി സർവീസ് നടത്തുന്നവർക്കെതിരെ 5000 റിയാൽ വരെ പിഴയും വൈവിധ്യമാർന്ന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതർ മുന്നറിയിപ്പ് നൽകി. യുഎഇയിൽ മഴയുടെ തീവ്രത 10 മുതൽ 20% വരെ വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരും വർഷങ്ങളിൽ ശരാശരി താപനില 1.7 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കഴിഞ്ഞ ഏപ്രിലിലുണ്ടായ മഴയ്ക്ക് സമാനമായ തീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കാലാവസ്ഥാ പ്രവചനങ്ങൾ വരാനിരിക്കുന്ന കാര്യമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതിനാൽ തയ്യാറെടുപ്പിന്റെ ആവശ്യകതയെക്കുറിച്ച് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗത്തിലെ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അൽ അബ്രി അറിയിച്ചു. വരാനിരിക്കുന്ന ദശകത്തിൽ മഴയുടെ തോതിൽ വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രവചനങ്ങളുടെ കൃത്യത പരിഗണിക്കാതെ തന്നെ മുന്നറിയിപ്പുകൾ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിസന്ധിയും പ്രകൃതി ദുരന്ത നിവാരണവും എന്ന വിഷയത്തിൽ ദുബായ് പോലീസ് ഒരു സെമിനാർ സംഘടിപ്പിച്ചപ്പോഴായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഏപ്രിലിൽ പെയ്ത കനത്ത മഴ പോലുള്ള അസാധാരണമായ കാലാവസ്ഥയെ നേരിടാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ഡോക്ടർ അൽ അബ്രി അവലോകനം ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രാജ്യത്തുണ്ടായ മഴയിൽ വലിയ വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെട്ടത്. കെട്ടിടങ്ങളിൽ വെള്ളം കയറുകയും വാഹനങ്ങൾ നശിക്കുകയും മറ്റു വസ്തുക്കളിൽ നാശനഷ്ടമുണ്ടാവുകയും ചെയ്തിരുന്നു. വിശ്വാസികൾക്ക് കഅബയുടെ ഭാഗമായ ഹിജ്റ ഇസ്മായിൽ പ്രദേശത്ത് പ്രവേശിക്കുന്നതിന് പ്രത്യേക സമയം നിശ്ചയിച്ചതായി ഇരുഹറം കാര്യാലയ ജനറൽ അതോറിറ്റി അറിയിച്ചു. കഅബയുടെ വടക്ക് വശത്ത് അർദ്ധവൃത്താകൃതിയിൽ അരമതിൽ കൊണ്ട് വേർതിരിച്ച ഭാഗമാണ് ഹിജ്റ ഇസ്മായിൽ. പുരുഷന്മാർക്ക് രാവിലെ 8 മുതൽ 11 വരെ പ്രവേശന സമയം അനുവദിച്ചിട്ടുള്ളപ്പോൾ സ്ത്രീകൾക്ക് രാത്രി 8 മുതൽ പുലർച്ചെ 2 വരെ പ്രവേശനം അനുവദിക്കും. ഒരാൾക്ക് പരമാവധി 10 മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഹിജ്റ ഇസ്മായിലിലേക്ക് 16-ാം ഗേറ്റിലൂടെ പ്രവേശനം നടത്തണമെന്നും അറിയിച്ചു. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അതോറിറ്റി ഇൻഫോഗ്രാഫിക് വഴി വിശദീകരിച്ചു. ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങളിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർക്ക് ഉംറ നിർവഹിക്കുന്നതിന് മക്കയിലെ മസ്ജിദ് സന്ദർശിക്കുന്നതിനുമുള്ള വഴികൾ കൂടുതൽ ലളിതമാക്കിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. GCC നിവാസികൾക്ക് ഉംറ തീർത്ഥാടനം കൂടുതൽ എളുപ്പമാക്കുന്നതിനാണ് പുതിയ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് താമസിക്കുകയും ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മക്കയും മദീനയും സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും എക്സിലെ സന്ദേശത്തിൽ മന്ത്രാലയം അറിയിച്ചു. എളുപ്പമായ യാത്ര ഉറപ്പാക്കാൻ ഒന്നിലധികം എളുപ്പവഴികൾ ലഭ്യമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. GCC രാജ്യങ്ങൾക്ക് ഉംറ തീർത്ഥാടനം നിർവഹിക്കുന്നത് 3 വിസ ഓപ്ഷനുകൾ ലഭ്യമാണെന്ന് മന്ത്രാലയം എക്സ് പ്ലാറ്റ്ഫോമിലെ സന്ദേശത്തിൽ അറിയിച്ചു. അതിലൊന്ന് ഉംറ വിസ ഓപ്ഷനാണ്. നുസുക് പ്ലാറ്റ്ഫോം വഴി ഒരു ഉംറ പാക്കേജ് സ്വന്തമാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. മറ്റൊരു സംവിധാനം ടൂറിസ്റ്റ് വിസയാണ്. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി ടൂറിസ്റ്റ് വിസ ലഭിക്കും. സൗദി ടൂറിസ്റ്റ് വിസ ലഭിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷിക്കാം. ഇതിന് GCC നിവാസികൾ കുറഞ്ഞത് 3 മാസമെങ്കിലും കാലാവധിയുള്ള ഒരു GCC റെസിഡൻസി ഉണ്ടായിരിക്കണം. അതുപോലെ സൗദി പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു തൊഴിലും ഉണ്ടായിരിക്കണം. ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്ത് എത്തുന്നവർക്ക് അതുപയോഗിച്ച് ഉംറ തീർത്ഥാടനം നിർവഹിക്കാം. ഉംറ നിർവഹിക്കുന്നതിനുള്ള 3ാമത്തെ ഓപ്ഷൻ ട്രാൻസിറ്റ് വിസയാണ്. സൗദി അറേബ്യൻ എയർലൈൻസിലോ ഫ്ലൈനാസിലോ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ ട്രാൻസിറ്റ് വിസ ലഭ്യമാണ്.
മദീനയിലെ പ്രവാചകന്റെ മസ്ജിദിൽ പ്രാർത്ഥിക്കാൻ പ്രത്യേക അനുമതി വേണമെന്നും അത് നുസുക് ആപ്പ് വഴി ലഭിക്കുമെന്നും മന്ത്രാലയം സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. പുണ്യനഗരങ്ങളായ മക്കയിലേക്കും മദീനയിലേക്കും കൂടുതൽ പ്രവേശനം നൽകിക്കൊണ്ട് ഗൾഫ് മേഖലയിലുടനീളമുള്ള നിവാസികൾക്ക് തീർത്ഥാടനം എളുപ്പമാക്കുന്നതിനാണ് ഈ പുതിയ നീക്കം. അടുത്ത കാലത്തായി കൂടുതൽ ഉംറ തീർത്ഥാടകരെ ആകർഷിക്കുന്നതിനായി മുന്നോട്ടുവെച്ച വിവിധ ആനുകൂല്യങ്ങളുടെയും സൗകര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ തീർത്ഥാടനത്തിന് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ റമസാൻ മാസത്തിൽ മാത്രം 3 കോടി തീർത്ഥാടകർ ഉംറ നിർവഹിക്കാൻ എത്തിയിരുന്നു. രാജ്യത്ത് പ്രവാസികളെ നിയമിക്കുന്നതിൽ ശക്തമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും കുവൈറ്റിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള തൊഴിൽ ജനസംഖ്യ 2.5% വർദ്ധിച്ചതായി കണക്കുകൾ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ പുറത്തിറക്കിയ കുവൈറ്റിലെ ഏറ്റവും പുതിയ തൊഴിൽ സേനാ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരമാണിത്. 2024 രണ്ടാം പാദം അവസാനത്തോടെ ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ ആകെ 29.27 ലക്ഷം തൊഴിലാളികളാണ് കുവൈറ്റിലുള്ളത്. 2023 രണ്ടാം പാദം അവസാനത്തോടെ 28.77 ലക്ഷം തൊഴിലാളികളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. കുവൈറ്റിലെ മൊത്തം തൊഴിൽ ശക്തിയുടെ ഏകദേശം 26.9% ഗാർഹിക തൊഴിലാളികളാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 7,86,000 ഗാർഹിക തൊഴിലാളികൾ രാജ്യത്ത് ജോലി ചെയ്യുന്നതായാണ് കണക്കുകൾ. മറ്റ് അറബ് രാജ്യങ്ങളെപ്പോലെ ഒമാനിലും ചില മേഖലകളിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവന്നിരുന്നു. സ്വദേശികൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യം വെച്ചാണ് പല മേഖലകളിലും ഈ തീരുമാനം ഒമാൻ സ്വീകരിച്ചത്. 2023 50.9% പ്രവാസി തൊഴിലാളികളെ പിരിച്ചുവിട്ട് എങ്കിൽ ഈ വർഷം ഇത് 37.98% റിപ്പോർട്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻസ് എന്നീ മേഖലകളിൽ ഒമാൻ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയതിനാൽ ഈ മേഖലയിൽ നിന്നും പ്രവാസികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 49.1% പ്രവാസി തൊഴിലാളികളാണ് കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം 62.02% സ്വദേശികളുടെ എണ്ണം ഉയർന്നു. പ്രവാസി തൊഴിലാളികൾ 37.98% മാത്രമാണ് ഈ രംഗത്തുള്ളത്. ഗതാഗത, ആശയവിനിമയ, വിവര സാങ്കേതിക മന്ത്രാലയം ആണ് ഇക്കാര്യം അറിയിച്ചത്. 2024 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 1728 തൊഴിലവസരങ്ങളാണ് ഒമാനിലെ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻസ് മേഖലകളിൽ ഉണ്ടായത്. ഇതിൽ 80% സ്വദേശികളെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം ജോലിക്കായി നിയമിച്ച പ്രവാസികളുടെ എണ്ണം വളരെ കുറവാണ്. അതിനാൽ തന്നെ ഈ മേഖലയിൽ വലിയ ജോലി സാധ്യത ഒമാനിൽ ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. 33 തസ്തികകളിൽ പുതുതായി ജോലിക്കായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലീഡർഷിപ്പ്, സ്പെഷ്യലൈസ്ഡ്, ടെക്നിക്കൽ എന്നീ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സ്വദേശികൾക്ക് തന്നെയാണ് മുൻഗണന. കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഗതാഗതം, ലോജിസ്റ്റിക്സ് മേഖലകളിൽ സ്വദേശികളെ മാത്രം നിയമിക്കുന്നത് സംബന്ധിച്ച് മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി ജോലി അനുവദിക്കും. പുതിയ തൊഴിലവസരങ്ങൾക്കൊപ്പം മാർഗരേഖ അധികൃതർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. സ്വദേശിവൽക്കരണ പദ്ധതികൾ കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2025 മുതൽ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കും. 2027 വരെ ഈ പ്രവർത്തനങ്ങൾ നീങ്ങും.